മാസങ്ങൾ എത്ര വേഗമാണ് കടന്നു പോകുന്നതെന്നോർക്കെ ഒരതിശയമാണ്. പക്ഷേ അതിനൊപ്പം സന്തോഷവും ഉണ്ട്. വേഗം പോയാൽ പെട്ടെന്ന് കോളേജിൽ നിന്നിറങ്ങാം, അത് കഴിഞ്ഞൊരു ജോലി, പിന്നെ മഹേഷേട്ടൻ്റെ എൻ്റെയും കല്യാണം. ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ്, അതിനുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൻ്റെ സുഖത്തിലാണ് ജീവിതം പോലും. അകലം പാലിച്ചപ്പോഴും സ്നേഹം അടുത്തു, ഒരുപാട് അടുത്തു. അതിനുശേഷം ഇതുവരെയും അങ്കിളും ആൻറ്റിയും ഒന്നും ചോദിച്ചിട്ടില്ല. അത്രമാത്രം ശ്രദ്ധയുണ്ട്. അമ്മയ്ക്കും അച്ഛനും പോലും പിന്നീട് സംശയമൊന്നും തോന്നിയില്ല. അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല. അമ്മയുടെ സ്വഭാവം വെച്ച് ഇങ്ങനെ ആയിരിക്കില്ല, കുത്തിക്കിഴിഞ്ഞ് ഓരോന്നും ചോദിക്കേണ്ടതാണ്. ദിവസങ്ങൾ അങ്ങനെ മനോഹരമായി പോയിക്കൊണ്ടിരുന്നു. വരുന്ന വ്യാഴാഴ്ച ദർശന ചേച്ചിയുടെ കല്യാണമാണ്. കുറച്ച് ദിവസം മുന്നേ എന്നോട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. എക്സാമൊക്കെ ആയതുകൊണ്ട് അത് നടന്നില്ല. എങ്കിലും ഞായറാഴ്ച പോകാൻ തീരുമാനിച്ചു. എനിക്കൊപ്പം അമ്മുവും വരുന്നുണ്ട്. അങ്കിളും ആൻറ്റിയും തലേന്ന് വരും. മഹേഷേട്ടനും ആൾക്ക് പ്രത്യേക ക്ഷണമുണ്ട്. ട്രെയിൻ യാത്രയൊക്കെ സുഖമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് മനസ്സമാധാനമായിട്ട് മഹേഷേട്ടനെ വിളിക്കാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അതത്ര ചെറിയ കാര്യമൊന്നുമല്ല എനിക്ക്. വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആകേണ്ട നേരം മാത്രമേ അവിടെ ചിലവഴിച്ചുള്ളൂ. പിന്നെ നേരെ പോയത് ദർശന ചേച്ചിയുടെ വീട്ടിലാണ്. ഞാൻ അവരുടെ കൂടെ വരായിരുന്നു. ഇവിടെ എനിക്ക് ആരെയും അറിയില്ലടി. സുധാപ്പച്ചിയുടെ വീട്ടിലേക്ക് നടക്കും വഴി അമ്മു പറഞ്ഞു. ഞാൻ അവളിലേക്ക് ശ്രദ്ധ കൊടുത്തൊന്ന് ഇരുത്തി നോക്കി. അയൽപ്പക്കത്തൊന്നും അല്ലല്ലോ പോണേ, സ്വന്തക്കാരുടെ വീട്ടിലേക്ക് തന്നെയല്ലേ. അപ്പച്ചിയൊക്കെ അവിടെ വന്നപ്പോൾ നീ സംസാരിക്കുകയും ചെയ്തതല്ലേ, പിന്നെന്നാ? അതല്ല, മറ്റേ ചേട്ടൻ അവിടെ അല്ലേ, അതാ എനിക്കൊരു. ഏത് ചേട്ടൻ? ദില്ലേട്ടനോ? കൊള്ളാലോടി മോളെ, നിനക്കെന്നാ ചേട്ടനുണ്ടേ? എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പുള്ളിയെ ഞാനങ്ങ് കിട്ടിയാലോ? ആ, നന്നായിരിക്കും. അച്ഛനും മോളും ആണെന്നേ തോന്നും. അങ്ങനെയെങ്കിൽ നിന്റെ മഹേഷേട്ടൻ നിനക്ക് അപ്പൂപ്പനായിരിക്കുമല്ലോ. അമ്മ പുച്ഛിച്ച് മുഖം മാറ്റിയപ്പോൾ എൻ്റെ നാവടങ്ങി. നീ നിഖിലിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തായി? ടോക്സിക് റിലേഷനിൽ ഇരിക്കാൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. പിന്നെ ഒരാൾക്ക് ഒരു വ്യക്തിയെ മാത്രമേ പ്രണയിക്കാവൂ എന്നില്ല. ആരെ വേണേലും പ്രണയിക്കാം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ ബെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റൂ. ഓ തമ്പുരാട്ടി, ട്രൈ ചെയ്ത് അവസാനം പണി വാങ്ങാതിരുന്നാൽ മതി. നടക്കാൻ കിട്ടും. അവളെയും വിളിച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ ഇതാരായി പറയുന്നത് എന്ന ഭാവത്തിൽ അവൾ നോക്കുന്നുണ്ടായിരുന്നു. മതിലോരം എത്തിയപ്പോഴേ കണ്ടു പന്തൽ പണിയൊക്കെ തകൃതിയായി നടക്കുന്നത്. ഇപ്പം തന്നെ ഒരു കല്യാണ വീടാണെന്നുള്ള ലക്ഷണമൊക്കെ ഉണ്ട്. ഗേറ്റ് തുറന്നുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അമ്മ പുറകിലേക്ക് വലിഞ്ഞു. നിന്നേലും പെണ്ണ് കാണാമെന്നോ? തല ഒന്ന് പുറകിലോട്ടാക്കിക്കൊണ്ട് ചോദിച്ചു. അതല്ലേടി, ദില്ലേട്ടനെ ഇംപ്രസ് ചെയ്യിക്കണ്ടേ? ഞാൻ അടക്കം ഒതുക്കമുള്ളൊരു പാവം കൊച്ചാണെന്ന് വിചാരിച്ചോട്ടെ. ഇല്ലാത്ത നാണം വരുത്തി അവൾ പറഞ്ഞപ്പോൾ കാരും അടുത്തൊരു തൊഴി കൊടുക്കാനാണ് തോന്നിയത്. പിന്നെ പണിക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് സ്വയം ഒന്ന് കൂളായി. അപ്പുറത്തേക്കൊന്ന് എത്തു നോക്കി അകത്തും കയറും വഴി ആരെയും കാണാനില്ല. സമയമുണ്ടല്ലോ, വരുമായിരിക്കും. അതാണല്ലേ മഹേഷേട്ടൻ്റെ വീട്. എനിക്കൊപ്പം അമ്മുവും ഒന്ന് അവിടേക്ക് എത്തി നോക്കി. ഞാനാണെന്ന പോലെ തല ഉലുക്കി. കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിരുന്നു. ദർശന ചേച്ചിയുടെ അച്ഛൻ്റെ റിലേറ്റീവ്സ്. അവരോടൊക്കെ ഒന്ന് പരിചയം പുതുക്കി. അമ്മുവിനോടും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. ചെന്ന് കയറുമ്പോൾ ചേച്ചിയും ദില്ലേട്ടനും അവിടെ ഇല്ലായിരുന്നു. എന്തോ വാങ്ങാനായി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഒത്തിരി ഒന്ന് സമയം കിട്ടിയപ്പോൾ ഞാൻ മുറിയിലേക്ക് കയറി മഹേഷേട്ടന് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു. ഇവിടെയുണ്ട്, വീഡിയോ ഒന്നും നടക്കില്ല. അമ്മയ്ക്കുള്ളപ്പോൾ തീരെ പറ്റില്ല മെസ്സേജ് പോലും ചെയ്യാനേ. അതുകൊണ്ടാണ് ആരും ഇല്ലാത്തിടത്തേക്ക് മാറി നിന്നത്. ആളും ഓൺലൈനിൽ ഉള്ളത് കൊണ്ട് ചാറ്റിംഗ് അങ്ങ് നീണ്ടുപോയി. ചിപ്പിയുടെയും മഹേഷേട്ടൻ്റെ ഇടയ്ക്ക് കട്ടുറുമ്പായില്ല. അവൾ കാര്യമായിട്ട് ചാറ്റിങ്ങിലായതുകൊണ്ട് തന്നെ ശല്യം ചെയ്യാതെ അമ്മ പുറത്തേക്ക് ഇറങ്ങി. സുധേപ്പച്ചി ഉള്ളിലെന്തോ പണിയിലാണ്. അമ്മ കുറച്ചു നേരം അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചു. ബോറടിച്ചപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി. പന്തലിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അവൾ സിറ്റൗട്ടിലിരുന്ന് അത് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ സഹായിക്കണോ? കുറച്ച് പ്രായമായൊരു രസികൻ ആളോട് അവൾ ചോദിച്ചു. അതിന് മൂക്കിതൊന്നും അറിയില്ലല്ലോ. അയാളൊന്ന് ചിരിച്ചു. ഒപ്പം കൂടെയുള്ളവരും. അമ്മ അവർക്കൊപ്പം ചെന്ന് നിന്നു. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ, താ ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന കുറച്ച് അലങ്കാര തുണികളുടെ കൂട്ടം കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അവർക്കൊപ്പം ചാടിത്തുള്ളി നടക്കുന്നവളെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കാര്യമായി. അമ്മുവിൻ്റെ പ്രകൃതം അങ്ങനെയാണല്ലോ. ഓരോന്നും പറഞ്ഞ് ചിരിച്ചും പെണ്ണ് നിൽക്കുന്ന കൂട്ടത്തിൽ പുറത്ത് ഒരു ബൈക്ക് കൊണ്ട് നിർത്തിയത്. അല്ല, ആരത്? ദൃശ്യയോ? കയ്യെ പിടിച്ച കവറുകളുമായി ദർശന അടുത്തേക്ക് ചെന്നു. അവൾക്ക് പുറകെ തന്നെ വണ്ടിയുടെ ചാവി ഊരിക്കൊണ്ട് ദില്ലും. അമ്മുവിൻ്റെ കണ്ണുകൾ ദൃശ്യയും കടന്ന് പുറകിൽ നിൽക്കുന്നവനടുത്തേക്ക് ചെന്നു. ദില്ല അവളെ നോക്കി പരിചയത്തിൽ ഒന്ന് ചിരിച്ചു. തിരികെ അതുപോലെ ഒന്ന് അമ്മുവും.
ചേച്ചി എവിടെ പോയതാ? തയ്ക്കാൻ കൊടുത്തിരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി. നാളെ ഹൽദിയല്ലേ? ആണോ? ഞങ്ങൾ വന്നപ്പോൾ കണ്ടില്ല, അതാ ചോദിച്ചേ. അല്ല, ഇവിടെ എന്തെടുക്കുക? അകത്തേക്ക് ഇരിക്കാൻ പാടില്ലായിരുന്നോ? ആ പെണ്ണെവിടെ ചിപ്പി? അകത്തുണ്ട് ചേച്ചി. ഞാൻ ബോറടിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴാണ് ഇവരിവിടെ പണിയെടുക്കുന്നത് കണ്ടത്. പിന്നെ വെറുതെ അവരെ ഹെൽപ്പ് ചെയ്തു നിന്നു. ആഹാ, എങ്കിലും ഞാൻ ഇതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാം. അകത്തേക്ക് വന്നേക്കണേ. അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ദർശൻ അകത്തേക്ക് കയറി. ദില്ല അപ്പോഴേക്കും പണിക്കാരോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മു, അകത്തേക്ക് പോകുവാണെ ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പി വെള്ളം കൂടി എടുത്തുകൊണ്ട് വരുമോ? തിരിഞ്ഞു നടന്നവളോട് ദില്ല് വിളിച്ചു പറഞ്ഞു. സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് അമ്മു അകത്തേക്ക് പോയി. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അതുപോലെ അവൾ തിരികെ വന്ന് അവൻ്റെ കയ്യിൽ വെള്ളം വെച്ചു കൊടുത്തു. കുടിക്കാനുള്ള പരിപാടിയാണോ? കയ്യിൽ വെള്ളം കൊടുത്തിട്ടും കുടിക്കാതെ നിൽക്കുന്നവനെ കാണാൻ പെണ്ണ് ചോദിച്ചു. എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ. അമ്മു കളിയാക്കി ചിരിച്ചു. മോള് ചെല്ലകത്തേക്ക്. അമ്മുവിനെ നോക്കി ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് ദില്ല് തിരിഞ്ഞു നിന്നു. അന്ന് വൈകുന്നേരം തന്നെ അച്ഛനും അമ്മയും വന്നു. പിറ്റേന്ന് ഹൽദിയായിരുന്നു. അടിച്ചു പൊളിച്ചു. മഹേഷ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് മീനാക്ഷി ചേച്ചിയും അമ്മയും കൂടി വന്നു. ആ ചേച്ചിയോട് മുന്നേ പരിചയമുള്ളതുകൊണ്ട് അപരിചിതത്വം തോന്നിയില്ല. കൂടുതലും മിണ്ടാനും സംസാരിക്കാനും പറ്റി. അമ്മയും പാവമാണ്, നന്നായി സംസാരിക്കും. എനിക്ക് പറ്റിയ ആളാണെന്ന് തോന്നി. അങ്ങനെയെല്ലാം മംഗളമായി തന്നെ നടന്നു. തലേന്നത്തെ റിസപ്ഷനും കല്യാണവും ഒക്കെ. തലേന്ന് തന്നെ അങ്കിളും ആൻറ്റിയും മഹേഷ് ഏട്ടനും വന്നിരുന്നു. ഇവിടെ വെച്ച് സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നോട്ടത്തിലൂടെ ഞാനും മഹേഷ് ഏട്ടനും ഒത്തിരി സംസാരിച്ചു. അമ്മുവും ദില്ലേട്ടനും കൂടുതലും മിണ്ടൊന്നും ഉണ്ടായിരുന്നു. പിറ്റേന്നത്തെ അടുക്കള കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അന്ന് തന്നെ മഹേഷ് ഏട്ടൻ തിരിച്ചു വന്നിരുന്നു. ദർശന ചേച്ചിയുടെ ആഗ്രഹം പോലെ സ്നേഹിച്ച ആൾ തന്നെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞു. ഇതുപോലെ എൻ്റെയും മഹേഷ് ഏട്ടൻ്റെയും കൂടെ വിവാഹം കഴിയണേ എന്ന് ആഗ്രഹിച്ചു പോയി. ദിവസങ്ങൾ പിന്നെയും ഒത്തിരി അങ്ങ് സന്തോഷത്തോടെ കടന്നുപോയി. ക്ലാസ്സും എക്സാമും പഠിത്തവും ഒക്കെയായി ഞാനും തിരക്കായി. ഇടയ്ക്കുണ്ടായിരുന്ന വിളികൾ പോലും ഇപ്പോൾ ഇല്ല. മഹേഷ് ഏട്ടൻ തന്നെയാണ് പറഞ്ഞത്. ആ നേരം കൂടി പഠിക്കാൻ പറഞ്ഞു. അനുസരിച്ചേ പറ്റൂ. ഞാനും അങ്ങോട്ട് വിളിക്കാൻ പോയില്ല. 5th സെം എക്സാം അല്ലേ, ഇനി ഒരു സെമ്മ് കൂടി, അത് കഴിഞ്ഞാൽ ഡിഗ്രി കഴിയും. നല്ല മാർക്കോടെ തന്നെ പാസ്സാവണം. എന്നാലേ പെട്ടെന്നൊരു ജോലി വാങ്ങാൻ കഴിയൂ. എക്സാം തുടങ്ങിയ അന്ന് തൊട്ട് കോളുകൾ പാടെ ഉപേക്ഷിച്ച് പഠിക്കാൻ തുടങ്ങി. മഹേഷ് ഏട്ടൻ്റെയും എൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷവും. കോടതി വരാന്തയിലെ തൂണിൽ ചാരി നിൽക്കുമ്പോഴും മഹേഷിൻ്റെ ഉള്ളിൽ അവളുടെ മുഖമായിരുന്നു. അവൻ്റെ ചിപ്പിക്കൊച്ചിൻ്റെ മുഖം. ഇപ്പം എത്ര ദിവസം കടന്നെന്ന് അറിയില്ല ഒന്നും മിണ്ടിയിട്ട്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് മഹേഷിനവളെ. അവളോടൊന്നും മിണ്ടാൻ തോന്നി, കാണാൻ തോന്നി, സംസാരിക്കാൻ തോന്നി. എപ്പോഴും ഇതൊക്കെ തോന്നാറുണ്ട്, പക്ഷെ ഉള്ളിൽ അടക്കി നിർത്താറുണ്ടെന്ന് മാത്രം. നാളിത്രയും അവൾക്ക് വേണ്ടി സ്വരുക്കൂട്ടിയ സ്നേഹമാണ് മഹേഷിൻ്റെ ഉള്ളിൽ മുഴുവനും. അവൾ തൻ്റേതാകുന്ന നിമിഷം മഹേഷിനെ പകുത്തു കൊടുക്കണം ആ സ്നേഹം അത്രയും. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും ഇപ്പോൾ ഒന്നും മിണ്ടാൻ അവനൊരു കൊതി തോന്നി. ഒത്തിരിയെങ്കിലും അവളോടൊന്നും മിണ്ടാൻ, ആ കുറുമ്പൊന്ന് ആസ്വദിക്കാൻ. ഇന്നായിരുന്നു ലാസ്റ്റ് എക്സാം, അതുകൊണ്ടൊന്ന് വിളിക്കാമെന്ന് തോന്നി. മഹേഷ് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. 1-2 വട്ടം റിങ് ചെയ്തിട്ടും ചിപ്പി കോൾ എടുത്തില്ല എന്ന് കണ്ട് മഹേഷിൻ്റെ ചുണ്ടൊന്ന് വക്രിച്ചു. അപ്പം തന്നെ അവൻ വാട്സപ്പിൽ അവൾക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. എന്താടോ, ഞാൻ വിളിക്കണ്ട എന്ന് പറഞ്ഞതിൽ പിന്നെ താൻ എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. ചിപ്പിക്കൊച്ചു നിൻ്റെ മഹേഷ് ഏട്ടനെ മറന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമൊക്കെ? നന്നായിട്ട് എഴുതി ഏട്ടൻ്റെ കുട്ടി. ചേർത്തോണ്ട് 1-2 മെസ്സേജ് അയച്ചിട്ട് മഹേഷ് ഫോൺ മാറ്റിവെച്ചു. വീണ്ടും പുറം കാഴ്ചകളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രാമചന്ദ്രൻ അടുത്തേക്ക് വന്നിരുന്നു. ഇരുവരും പരസ്പരം ഒന്ന് പുഞ്ചിരിച്ച് കാറിലേക്ക് കയറിയിരുന്നു. മഹേഷ് പുറകിലൊന്ന് നോക്കി മറ്റു വണ്ടിയൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി വണ്ടി മുന്നോട്ടെടുത്തു. എടോ അതെ, അവിടെ ഒന്ന് നിർത്തിയിട്ട് ഒരു ബോട്ടിൽ തണുത്ത വെള്ളം ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമോ? കുറച്ചു ദൂരം മുന്നോട്ട് വണ്ടി നീങ്ങിയപ്പോൾ രാമചന്ദ്രൻ മഹേഷിനോട് ചോദിച്ചു. സമ്മതത്തോടെ അവൻ കാർ ഒതുക്കിയിട്ട് ഡോറ് തുറന്ന് ഇറങ്ങി കടയിലേക്ക് നടന്നു. രാമചന്ദ്രൻ ഫോണിൽ വെറുതെ ഓരോന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴായിരുന്നു കാറിലിരുന്ന മഹേഷിൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഒരു പ്രാവശ്യം മുഴുവനായും റിങ് ചെയ്ത് നിന്നിട്ടും രാമചന്ദ്രൻ ശ്രദ്ധിച്ചില്ല. അവൻ വന്നിട്ടെടുക്കട്ടെ എന്നോർത്തു. പിന്നെയും തുടരെ കോള് വന്നപ്പോൾ അദ്ദേഹം കൈയെത്തി ഫോൺ എടുത്തു നോക്കി. സ്ക്രീനിൽ കാണുന്ന പേര് കണ്ട് അദ്ദേഹത്തിൻ്റെ പുരികം ചുളിഞ്ഞു. മറുത്തൊന്ന് ചിന്തിക്കാതെ അപ്പോൾ തന്നെ രാമചന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്ത് മിണ്ടാതെ നിന്നു. മഹേഷ് ഏട്ടാ, വിളിച്ചിരുന്നോ? ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തായിരുന്നു. ചിന്മയുടെ ശബ്ദം അയാളുടെ കാതിലേക്ക് പതിഞ്ഞു. രാമചന്ദ്രൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു പോയി. ഹലോ മഹേഷ് ഏട്ടാ, കേൾക്കുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? അങ്കിളുണ്ടോ അവിടെ? തിരികെ മറുപടി ലഭിക്കുന്നില്ല എന്ന് കണ്ട് അവൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു.
രാമചന്ദ്രൻ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും മഹേഷും കാറിലേക്ക് കയറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി കൊടുത്തിട്ട് മഹേഷ് പുഞ്ചിരിയോടെ സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി മുന്നോട്ടേക്കെടുത്തു. രാമചന്ദ്രൻ അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഹേഷിനെ നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും ചോദിച്ചില്ല. മഹേഷിൻ്റെ മാരേജൊക്കെ നോക്കുന്നുണ്ടോ? പുറം കാഴ്ചകളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് രാമചന്ദ്രൻ ചോദിക്കുമ്പോൾ മഹേഷ് ഒന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെ തന്നെ കുറച്ചു നേരം നോക്കി. കാരണം ഇതുപോലൊരു പതിവ് ഇതിനു മുൻപും ഉണ്ടായിട്ടില്ല. കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടെങ്കിലും ഇതുപോലെയൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹേഷ് ആദ്യമൊന്ന് അന്തിച്ചു പോയി. മാരേജ് ഒന്നും നോക്കുന്നില്ല സർ. എനിക്കിനി ഒരു അനിയത്തി കൂടി ഉണ്ട്. അവളുടെ മാരേജ് കൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് എനിക്ക്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും അവൻ മറുപടി കൊടുത്തു. അയാളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. വന്നപ്പോൾ മുതലേ ശ്രദ്ധിക്കുക. നിങ്ങളെന്തേ ആലോചിച്ചിരിക്കുന്നത്? അലക്കിയ തുണി മടക്കി വെക്കുന്നതിനോടൊപ്പം കിടക്കയിൽ ചിന്തിച്ചു കിടക്കുന്ന രാമചന്ദ്രനെ നോക്കി ശിവജി ചോദിച്ചു. അദ്ദേഹം നോട്ടം മാറ്റി അവരെ ഒന്ന് ശ്രദ്ധിച്ചു. പിള്ളേരൊക്കെ വന്നായിരുന്നോ? ചിന്മയെ എത്തിയിട്ടില്ല. ദൃശ്യം വന്നു. കബോർഡിലേക്ക് തുണി എടുത്തു വയ്ക്കുന്നതിനോടൊപ്പം അവർ മറുപടി കൊടുത്തു. നിനക്ക് ഞാൻ അന്നൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എൻ്റെ കൊളീക്ക് ചിന്മയെയും മഹേഷിനെയും കണ്ടതിനെക്കുറിച്ച്. അത് സത്യമാണെന്ന് തോന്നുന്നു. ശിവജിയുടെ പുരികം ചുളിഞ്ഞു. അവർ അയാൾക്കൊപ്പം കിടക്കയിലേക്കിരുന്നു. അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? വീണ്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇന്നൊരു സംഭവം ഉണ്ടായി. വരുന്ന വഴിക്ക് മഹേഷിൻ്റെ ഫോണിലേക്കൊരു കോള് വന്നു. അവൻ കടയിൽ പോയിരിക്കുകയായിരുന്നു. ആ നേരത്ത് ഞാൻ അവൻ്റെ കോൾ എടുത്തത്. അത് നമ്മുടെ ചിന്മയുടെ കോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉറപ്പോടെ കുറച്ചു മുന്നേ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അത് നമ്മുടെ കൊച്ചു തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ഞാനെന്താ കണ്ണടച്ചിരുട്ടാക്കുവാണോ? എനിക്കെന്താ അത്രയ്ക്ക് അറിയില്ല അവളുടെ ശബ്ദം. മാത്രമല്ല ചിപ്പി ഫോണിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്കിൾ അടുത്തുണ്ടോയെന്ന്. അദ്ദേഹം കാര്യങ്ങൾ വിവരിച്ചപ്പോൾ ശിവജ വായിൽ കൈവച്ചുപോയി. ഒപ്പം ചെറിയ തോതിൽ അവർക്ക് ദേഷ്യവും തോന്നി. നല്ലതാണെന്ന് വിശ്വസിച്ച് കൂടെ നിർത്തിയപ്പോൾ അവ നമ്മുടെ കൊച്ചിൻ്റെ അടുത്ത് തന്നെ വേലിറക്കുവാണോ? അരച്ചുകൊണ്ട് അവർ പല്ല് ഞെരിച്ചു. മഹേഷിനെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാ? നമ്മുടെ കൊച്ചു ഒട്ടും മോശമല്ലല്ലോ. രാമചന്ദ്രൻ മഹേഷിനോട് അത്ര കണ്ട് ദേഷ്യവും തോന്നിയില്ല. എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നിങ്ങൾ എന്താ തീരുമാനിച്ചത്? ചോദിക്കണ്ടേ അവളോട്? വരട്ടെ, ധൃതി വയ്ക്കണ്ട. ഒരു മയത്തി വേണം കാര്യങ്ങൾ അറിയാൻ. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടക്കുമ്പോഴും ശിവജി അതേക്കുറിച്ച് ഓർത്ത് തന്നെ മുറിയിലിരുന്നു. ഇന്ന് മഹേഷ് ഏട്ടനെ വിളിച്ചായിരുന്നു അമ്മു. കുറേ നാൾ കൂടി. ചെപ്പു അമ്മുവിന് എതിർവശത്തായി കിടക്കയിലേക്ക് കൈ താങ്ങി നിന്നു. ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അമ്മു ആണോ എന്ന പോലെ തല ചരിച്ചു നോക്കി. യെസ്. പക്ഷേ ഫോൺ സൈലൻ്റ് ആയിരുന്നതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. ഞാനൊന്ന് പിള്ളേരുടെ കൂടെ പാർക്കിലൊക്കെ പോയിരുന്നു. ലാസ്റ്റ് എക്സാം ആയോണ്ടേ. എന്നിട്ടെന്താ? ഞാൻ കണ്ടപ്പോൾ തന്നെ തിരിച്ചു വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്തു എന്നല്ലാതെ മഹേഷ് ഏട്ടനൊന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചിട്ടും മറുപടി തരാതെ കോള് കട്ട് ചെയ്തു. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു കാണും, അതാകും. പിന്നെ നീ വിളിച്ചില്ലേ? എനിക്കും അങ്ങനെ തോന്നി. പിന്നീട് ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു. പക്ഷെ ഇതുവരെയും സീൻ ചെയ്തില്ല. ഇന്ന് രാത്രി ഒന്ന് വിളിച്ചു നോക്ക്. നീ വാ, താഴെ ചെല്ലാം, കഴിക്കാറായി. അമ്മ ഫോൺ മാറ്റി വെച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. പുറകെ ചിന്മയും എഴുന്നേറ്റു. താഴെ ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിൽ അങ്കിൾ ഇരിപ്പുണ്ട്. അടുത്ത ആൻറ്റിയും ഉണ്ട്. കഴിക്കാൻ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇരുവരും കാര്യമായ സംസാരത്തിലാണ്. ചിപ്പിയെയും അമ്മുവിനെയും കണ്ടപ്പോൾ അത് നിർത്തി മിണ്ടാതിരുന്നു. കൈ വാഷ് ചെയ്തുകൊണ്ട് ചിരിയോടെ അങ്കിളും ആൻറ്റിക്കും എതിരായി അവർ ഇരുന്നു. ശിവജ കഴിക്കുന്നതിനോടൊപ്പം അയാളെ ചോദിക്കാൻ എന്ന പോലെ കണ്ണ് കാണിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ രണ്ടാളും എന്താ കഥകളി കളിക്കുവാണോ? ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അമ്മു പറഞ്ഞു. ചിപ്പിയും ഇരുവരെയും നോക്കി മാറി മാറി ചിരിച്ചു. ചിപ്പിയോട് അങ്കിൾ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കങ്കിൾ. ചിപ്പിമോളും മഹേഷും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് രാമചന്ദ്രൻ ചോദിക്കുമ്പോൾ ചിപ്പി ഒന്ന് വിരണ്ടു പോയിരുന്നു. അവൾ ടേബിളിനടിയിൽ കൂടി തന്നെ അമ്മുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അമ്മു ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ആ ചോദ്യത്തിൽ. ഞാനും മഹേഷനും തമ്മിൽ എന്താ ബന്ധം? അങ്കിൾ എന്താ അങ്ങനെ ചോദിച്ചേ? ആദ്യമൊന്ന് വിക്കിപ്പോയെങ്കിലും ചിപ്പി എങ്ങനെയോ ചോദിച്ചു. അല്ല, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല അങ്കിൾ, ഞാനിവിടെ വന്നിട്ടാണ് കാണുന്നത്. അങ്കിളിനോട് 1-2 പേര് നിങ്ങളെ പുറത്ത് വെച്ച് കണ്ടതായി വന്ന് പറഞ്ഞിരുന്നു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല അങ്കിൾ, ഞങ്ങളെങ്ങനെ ഒരുമിച്ച് കാണാനാ? മഹേഷ് ഏട്ടൻ എപ്പോഴും അങ്കിളിൻ്റെ കൂടെയല്ലേ ഉണ്ടാവാറുള്ളത്. അവർക്ക് തോന്നിയതാകും അങ്കിൾ. പതറിപ്പോകുന്നുണ്ടെങ്കിലും അവൾ അയാളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. രാമചന്ദ്രൻ ഒന്ന് ചിരിച്ചു. വല്ലാത്തൊരു ചിരി. മോളെ, മഹേഷിനെ ഞങ്ങൾക്കറിയാം.
അവൻ നല്ല പയ്യനാ. എന്തുണ്ടെങ്കിലും മോൾ അങ്കിളിനോട് തുറന്നു പറയും, ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ. അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് സാവധാനത്തിൽ ചോദിക്കുമ്പോൾ ചിപ്പിയുടെ ഉള്ളിലെ കനലിന് ഒരു ശമനമുണ്ടായി. എങ്കിലും അവൾ ഒഴിഞ്ഞു മാറാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. മോളെ, എന്തുണ്ടെങ്കിലും നീ പറഞ്ഞോ. നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞോളൂ. പിന്നെ ഇത് സീരിയസ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ സംസാരിക്കാം. മഹേഷിനെ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. നല്ലൊരു പയ്യനാവൻ. സ്വത്തും പണമൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത്. നല്ല സ്വഭാവമുള്ള ഒരാളല്ലേ. ആൻറ്റിയും തന്മയത്വത്തിൽ ഒന്ന് കാര്യം പറഞ്ഞതും ചിപ്പിക്ക് അവരോട് പറയാമെന്ന് തോന്നി. ആൻറ്റിയും അങ്കിളും കൂടെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ അവൾക്കുള്ളിൽ വന്നു. അത് ആൻറ്റി, എനിക്ക് മഹേഷേട്ടനെ ഇഷ്ടമാണ്. മഹേഷേട്ടൻ എന്നെയും. എനിക്കിപ്പോഴല്ല, ഒരുപാട് മുന്നേ തന്നെ മഹേഷേട്ടനെ അറിയാം. ചിന്മയ മുഖമുയർത്താതെ തല താഴ്ത്തി പറഞ്ഞു. അവർക്ക് മുന്നിൽ മനസ്സ് തുറക്കാൻ അവൾ ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും വേണ്ട, പറയണ്ട എന്ന പോലെ അമ്മു ചിപ്പിക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഇരുവശത്തേക്കും തല ചലിപ്പിച്ചുകൊണ്ടിരുന്നു.